ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ നടുവിലേക്ക് വരുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ബഹുമാന്യരായ ദൈവത്തിൻ്റെ ദാസന്മാർക്കും ഇന്ന് രാത്രി ദൈവവചനത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് മറ്റു തിരക്കുകളൊക്കെ ഒഴിവാക്കി വചന കേൾവിക്കായി കടന്നു വന്ന അവരുടെ ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, ലൈവിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ, എല്ലാവർക്കും അതിവേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. മുഖവരകളൊന്നും പറഞ്ഞ സമയം കളയുവാൻ ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ സമയമില്ല. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരു തിരുവചനം വായിക്കാം. യൂദയുടെ ലേഖനം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ രാത്രി ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. യൂദയുടെ ലേഖനം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മൈക്കിലൂടെ ഉത്തരവാദിത്തപ്പെടുത്തിയവരെ വായിച്ച 20 മുതൽ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അടുത്ത വാക്യം കൂടെ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കണ്ണ് കാണിപ്പീൻ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കും. നല്ല കർത്താവേ, നിന്റെ ദാസന്മാർ ഒത്തിരി പ്രാർത്ഥിച്ച്, ഒത്തിരി ഉപവസിച്ച് മുടങ്ങാതെ 27ാമത്തെ കൺവെൻഷനും ക്രമീകരിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങൾക്ക് അനുകൂലമായ കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഈ വിരിക്കപ്പെട്ട പന്തലിൻ്റെ കീഴിലിരുന്നു കൊണ്ട് അല്പസമയങ്ങൾ മാറ്റമില്ലാത്ത ദൈവവചനം ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരുവാൻ, ജീവനും ചൈതന്യവും പ്രാപിച്ച് ജയത്തോടെ മടങ്ങുവാൻ ദൈവം സഹായിക്കണം. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ ദുരാത്മമണ്ഡലങ്ങളെ, എല്ലാ അന്യാരാധന ശക്തികളെ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സാഹസിച്ചതിന് ജയമെടുക്കും. ഈ ശബ്ദപരിധി യഹോവയ്ക്ക് വിശുദ്ധമായി തീരട്ടെ. അകത്തുള്ളവരെയും പുറത്ത് ശ്രദ്ധിക്കുന്നവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കും. മുഴുമകുത്വം അങ്ങെടുക്കും. ഞങ്ങളുടെ മധ്യേ അങ്ങ് ചന്തമായി നടകൊള്ളുന്നത് ഓർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവം തന്ന ശബ്ദത്തിൽ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഒന്നുകൂടെ നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. നമുക്ക് പലപ്പോഴും, ഞാൻ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുകയാണ്, നാം സ്തുതിക്കുന്ന ദൈവം ആരാണെന്ന് സ്തുതിക്കുന്ന പലർക്കും ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സ്തുതി ചെറുതായി പോകുന്നതിന് കാരണം. അതുകൊണ്ടാണ് വേദിയിലിരിക്കുന്ന ദൈവദാസന്മാരുടെ ഇടയ്ക്ക് നിങ്ങളോട് ഒന്നുകൂടെ സ്തുതിച്ചാട്ടെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് പാടുന്ന കുഞ്ഞുങ്ങൾ പറയുന്നത് ഒന്നുകൂടെ ശബ്ദം സ്തുതിക്കാനൊക്കെ പറയുന്നത്. ഞാൻ ഒരു ദൂത് ആദ്യം അങ്ങ് പറയാം. എല്ലായിടത്തും പറഞ്ഞൊരു ദൂതാണ്, നീ മനസ്സോടെ വാ തുറന്നാൽ നിന്റെ വഴി ദൈവം അങ്ങ് തുറന്നോളൂ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചത് പറയുന്നു, ദൈവസന്നിധി വന്ന് നീ മനസ്സോടെ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ നിന്റെ വഴി ദൈവം അങ്ങ് തുറക്കും. അതിന് 26 ജനുവരി 1 അല്ല, ഇന്ന് രാത്രി തുറക്കും. ഹാലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് എപ്പോൾ സ്തുതിക്കാൻ അവസരം കിട്ടിയാലും ഈ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം. 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമ പുസ്തകങ്ങളിലെ ഏറ്റവും അവസാനത്തെ ഉപദേശ ലേഖനമാണ് യൂദയുടെ ലേഖനം. അത് കഴിഞ്ഞാൽ ഒരു പുസ്തകമുണ്ട്, അത് പ്രവചന പുസ്തകമാണ്, ഏക പ്രവചന പുസ്തകം. എന്നാൽ ലേഖനങ്ങളുടെ ഏറ്റവും അവസാനത്തെ ലേഖനമാണ് യൂദയുടെ ലേഖനം. വെറും 25 വാക്യങ്ങൾ മാത്രമുള്ള ലേഖനം. 25 ദിവസം പ്രസംഗിച്ചാലും തീരാത്തതുപോലെ ആഴമായ ആത്മീക സത്യങ്ങളുടെ ഒരു കലവറയാണ് യൂദയുടെ ലേഖനം. ഒരു ചിന്തകൻ ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മൾ ഈ മുങ്ങിത്താഴുന്ന കപ്പലിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന ലൈഫ് ബോട്ടാണ് യൂദയുടെ ലേഖനം. എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ കയറി വരിക എന്ന് കർത്താവ് പറയുന്നത് തൊട്ട് മുമ്പ് സൂക്ഷിച്ചില്ല നീ വീഴാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പുസ്തകമാണ് യൂദയുടെ ലേഖനം. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് AD 68-70 കാലഘട്ടത്തിലാണ് യൂദ ഈ ലേഖനം എഴുതിയത്. അതൊക്കെ കഴിഞ്ഞ് എഴുതിയ ലേഖനങ്ങൾ അതിന് പിൻപിലുണ്ടെങ്കിലും ഈ ലേഖനമാണ് ഇവിടെ കൊണ്ട് എഴുതിയിരിക്കുന്നത്.
ഏതാണ്ട് AD 90 കാലഘട്ടത്തിൽ എഴുതി 90-95 കാലഘട്ടത്തിൽ എഴുതിയതാണ് യോഹന്നാൻ്റെ 1, 2, 3 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകമൊക്കെ. എങ്കിലും ഈ പുസ്തകമാണ് ഒടുവിൽ കൊണ്ടുവെക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗം കാണിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. റോമാലേഖനം നമ്മൾ പഠിച്ചാൽ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചവന് ലഭിക്കുന്ന വിശുദ്ധീകരണം പ്രാപിച്ചവന് ലഭിക്കുന്ന തേജസ്കരണമൊക്കെ വളരെ വിശദമായി എഴുതിയിരിക്കുമ്പോൾ പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മളെ ഓർപ്പിക്കുകയാണ്, ഒരിക്കലായി നമ്മെ ഭാരമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ശാന്തമായി നിന്നുകൊണ്ട് ദൈവം തന്ന ചില ചിന്തകൾ ഒരുമിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് ഈ രാത്രി എൻ്റെ ഉള്ളത്തിലെ ദൈവ നിയോഗം. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് കന്യകയായ മറിയയിൽ ഈ ഉലകത്തിൽ ജനിക്കാൻ ദൈവം അവസരം കൊടുത്ത ശേഷം ജോസഫിനാൽ കന്യക മറിയാമിൽ പിന്നീടുണ്ടായ മക്കളിൽ ചെറിയ യാക്കോബും യൂദയും 2 മക്കളിൽ പെടുന്നവരാ. അതിൽ യൂദയാണ് ഈ ലേഖനം എഴുതിയത്. പണ്ട് ആരോ പറഞ്ഞു, അയാൾ ഒറ്റി കൊടുത്താൽ എന്നാ, കെട്ടിയാന്ന് ചത്താൽ എന്നാ, ഒരു പുസ്തകം എഴുതിയിട്ടാണല്ലോ ചത്തയെന്ന് പറഞ്ഞു. അയാളല്ല ഇതെഴുതിയത് യേശു ക്രിസ്തുവിൻ്റെ അമ്മ മറിയയിൽ യോസഫിനുണ്ടായ മകനായ യൂദയാണ് എഴുതിയത്. ഒരല്ലിയ പറഞ്ഞാൽ യൂദ വിശ്വാസത്തെക്കുറിച്ച് എഴുതാനല്ല ഈ പുസ്തകം എഴുത്തു തുടങ്ങിയത്. നമ്മളതിൻ്റെ 1-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, ഒന്നോട്ട് 3 വരെ വേഗത്തിൽ വായിച്ചു. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഈ ലേഖനം നാട്ടുകാർക്ക് വേണ്ടി എഴുതിയേക്കുന്നതല്ല. ശ്രദ്ധിക്കുക, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. അടുത്ത ലൈൻ എന്തുവാ? ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും വിളിക്കപ്പെട്ടവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഒരു ഹല്ലേലൂയ പറയാം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി എഴുതപ്പെടുന്ന ഈ ലേഖനം എന്താണ് എഴുതിയാൻ തുടങ്ങിയത്? 3-ാമത്തെ വാക്യം. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ. ഈ ഭക്തനായ മനുഷ്യന്റെ താല്പര്യം രക്ഷ എന്ന വലിയ വിഷയത്തെക്കുറിച്ച് എഴുതാൻ ഒത്തിരി അധ്വാനിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിക്കും. പൊതുവിലുള്ള. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യും. ഒത്തിരി നാളുകളായി പ്രാർത്ഥിച്ചു, രക്ഷ എന്ന വലിയ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് എഴുതി തരണം. അങ്ങനെ ആഗ്രഹിച്ച് എഴുത്തു തുടങ്ങിയെങ്കിലും ദൈവാത്മാവ് പറഞ്ഞു അത് എഴുതണ്ട. എന്തെഴുതണം? വായിച്ചേ. എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന്. തുടങ്ങിയത് രക്ഷയെക്കുറിച്ചാണെങ്കിലും എഴുതിയത് വിശ്വാസത്തിന്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എന്നോട് വരണം. വിശുദ്ധന്മാർക്ക് എന്നുമല്ല, ഒരിക്കലായി. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി പോരാടി ജീവിക്കണമെന്ന് ജനത്തെ പ്രബോധിപ്പിക്കാൻ ദൈവാത്മാവ് നിയോഗം കൊടുത്തത് കൊണ്ടാണ് യൂദ ഈ ലേഖനം എഴുതിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൊതുവിലുള്ള രക്ഷ, ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം, ഈ 2 വിഷയങ്ങൾ ഓടിച്ചൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സമയമേ ഈ പ്രഥമ രാത്രി നമ്മുടെ മുമ്പിലുള്ളൂ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. ഇന്ന് രാത്രി നമ്മുടെ രക്ഷ ഉറപ്പാക്കിയിട്ട് പന്തൽ വിടാവും. നമ്മുടെ വിശ്വാസം വർദ്ധിച്ച് ഈ പന്തൽ രാത്രി വിടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആകെ വേണ്ടി കൈമുതൽ വിശ്വാസമാണ്. ഈ പുസ്തകം ആവർത്തിച്ചു പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ ഏത് വലിയ വിഷയമായാലും ഇന്ന് രാത്രിയിൽ നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവം വഴി തുറക്കും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു പോയാൽ ഈ സമയം നമ്മുടെ മുമ്പിലില്ല. രക്ഷ. എബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം ഏറെ പരിചിതമാണ്. ഒന്ന് ഓടിച്ചു വായിച്ച് മടങ്ങി വരാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അതെന്റെ കൂടെ ചേർന്ന് പറയുമോ? ഇത്ര വലിയ രക്ഷ. കേട്ടില്ല? ഇത്ര വലിയ രക്ഷ. നാം ഗണ്യമാക്കാതെ സന്തോഷിക്കാൻ വകയുണ്ട് കേട്ടോ.
നമുക്ക് ലഭിച്ച രക്ഷയുടെ പേര് വലിയ രക്ഷ. രക്ഷ വലുതാകാൻ കാരണം രക്ഷയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് വലിയ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. രക്ഷ വലുതാകാൻ കാരണം രക്ഷിക്കപ്പെടാത്തവന് വരാൻ പോകുന്ന ശിക്ഷ വലിയതാണ്. ആ വലിയ ശിക്ഷയിൽ നിന്നാണ് ഈ വലിയ രക്ഷ നമുക്കുണ്ടായിരിക്കുന്നത്. ഓർത്ത് ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാത്രി രക്ഷയുടെ സന്തോഷം ദൈവമക്കൾ അനുഭവിക്കണം. ഹല്ലേലൂയ. എങ്ങനെ രക്ഷ വലുതായത്? ഈ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന 2-3 വാക്കുകളുണ്ട്. അവന്ന് ഓടിച്ച് വായിച്ചെങ്കിലും നമുക്കിത് വിവരിക്കാൻ കഴിയത്തുള്ളൂ. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം കാണാതറിയാം. ഒന്ന് വായിച്ചോ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതിന്റെ മുകളിൽ നിന്ന് വായിച്ചേ. നമ്മെ വീണ്ടെടുത്ത് വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. എല്ലാം മനപ്പാഠം അറിയാവുന്ന വാക്യം ഞാൻ ഓർപ്പിച്ചു വരുന്നതേ ഉള്ളൂ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നേ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. രക്ഷ വലുതാകാൻ കാരണം വീണ്ടെടുത്ത രക്തം വിലയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 15-16 വാക്യം വായിക്കുമ്പോൾ 1 തൊട്ട് 16 വരെ വായിക്കുന്നതാണെങ്കിലും നമ്മുടെ സമയത്തിന്റെ അപര്യാപ്തതയിൽ 15-16 ഒന്ന് വായിച്ചു. എലിയാസറെ ജനിപ്പിച്ചു. എലിയാസർ മത്താനെ ജനിപ്പിച്ചു. മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ഹല്ലേലൂയ പറയണം. എന്റെ പ്രിയരെ, ബാക്കിയെല്ലാം ആരൊക്കെയോ ആരാണ്ട് ജനിപ്പിച്ചതാ. ഇവിടെ ഇരിക്കുന്ന നമ്മളും പ്രസംഗിക്കുന്ന ഞാനും ഉൾപ്പെടെ ഒരപ്പനും ഒരമ്മയും കൂടെ ചേർന്ന് ജനിപ്പിച്ചതാ. ആദാമിന് ശേഷമുള്ള മുഴുവൻ മനുഷ്യരും ജനിപ്പിച്ചവരാ. ഇവിടെ ഒരാൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. സ്വത്രം പറയണം. ആത്മാവ് മത്തായിയെ കൊണ്ട് എഴുതിപ്പിച്ചു. യോസഫ് വരെ ജനിപ്പിച്ചു എഴുതിയിട്ട് അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ഉലകത്തിൽ ഒരാൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ജനിപ്പിച്ചതാ. ഒരു സ്തോത്രം ഈ രാത്രി പറയണം. കന്യകയായ മറിയ ദൂതനോട് ചോദ്യം ചോദിച്ചു. ദൂതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതെങ്ങനെ നടക്കാനാ? ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. ദൂതന്റെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇന്ന് രാത്രി ഏത് ചോദ്യത്തിന്റെ ഉത്തരം? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ജനിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കും. ഇന്ന് രാത്രി പ്രിയരെ, ഉലകത്തിൽ വിശുദ്ധ പ്രജ എന്ന് പറഞ്ഞ ഒരാളെ ജനിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ തെറ്റിദ്ധരിക്കല്ലേ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലുള്ളവായെങ്കിൽ ആ ഏക മനുഷ്യൻ മൂലമുണ്ടായ ഒരുവനിൽ നിന്ന് സകല ജാതിയെയും ഉളവാക്കിയെന്ന് പൗലോസ് അതേനയിൽ പ്രസംഗിച്ചതുപോലെ ആ ജനിച്ച മുഴുവൻ പേരിലും ആദാമ്യ രക്തമുണ്ട്. ആദാമ്യ രക്തത്തിൽ പിറന്നവരെല്ലാം പറയുന്ന ഒരു വാക്കുണ്ട്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഒരല്ലേലൂയ പറയണം. അതുകൊണ്ട് പൗലോസിന്റെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അങ്ങനെ എല്ലാവരും പാപം ചെയ്തു. ഇവിടെ ആരും വിശുദ്ധരില്ല കേട്ടോ. ഇവിടെ വിശുദ്ധനായി ഒരുത്തനെ പിറന്നുള്ളൂ, വിശുദ്ധനായി ഒരുത്തനെ ജീവിച്ചുള്ളൂ, വിശുദ്ധനായിട്ട് ഒരുത്തനെ മരിച്ചുള്ളൂ, വിശുദ്ധനായിട്ട് ഒരുത്തനെ ഉയർത്തുള്ളൂ. ഇനിയും വിശുദ്ധനായിട്ട് അവനാണ് വരാൻ പോകുന്നത്. അവനെ കൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാ. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. നമ്മളെ വല്ലതും പൊന്നുകൊണ്ടായിരുന്നു വീണ്ടെടുത്തതെങ്കിൽ ഏതെങ്കിലും പോറ്റി അടിച്ചോണ്ട് പോയേനെ. അതുകൊണ്ട് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ലേ പറഞ്ഞ്. ഞാൻ അതിനൊന്നും വരുതല്ല. മൂട്ടിക്കാൻ കഴിവുള്ള മൂട്ടിക്കട്ടെ, അഴിച്ചോണ്ട് പോകാൻ കഴിവുള്ള അഴിച്ചോണ്ട് പോട്ടെ, ജയിലിൽ കിടക്കാൻ കൃപയുള്ള ജയിലിൽ കിടക്കാം. അത് നമ്മുടെ വിഷയമല്ല. ഹലോ. പക്ഷെ നമ്മുടെ ആർക്കും അഴിക്കാനൊക്കത്തില്ല. കാരണം നമ്മളെ വീണ്ടെടുത്തത് പൊന്നും വെള്ളിയും കൊണ്ട്
അല്ല, ഒരല്ലേ പറഞ്ഞേ, ഇന്ന് രാത്രി ഞാൻ പ്രസംഗം നിർത്തിയാലും ആ രക്തം പ്രസംഗം നിർത്തത്തില്ല. നമ്മളിവിടെ 9 കഴിയുമ്പോൾ പോലീസ് നിയമം അനുസരിച്ച് പ്രസംഗം നിർത്തും. പക്ഷെ 9 കഴിഞ്ഞാലും 10 കഴിഞ്ഞാലും രക്തം സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നാട്ടുകാർ മൊത്തം നിന്റെ ഗുണം പറയുന്നില്ലെങ്കിലും എല്ലാവരും ദോഷം പറഞ്ഞാലും ഗുണം മാത്രം പറഞ്ഞൊരു രക്തമുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം ഈ രാത്രി ഏറ്റെടുത്ത് ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഇന്ന് രാത്രി ആ രക്തത്താലുള്ള വീണ്ടെടുപ്പ് ലഭിച്ചവര് ഹല്ലേലൂയ. അപ്പൊ ജനിച്ചവനായ യേശു ക്രിസ്തുവിൽ മനുഷ്യ രക്തത്തിന്റെ യാതൊരു കണികയുമില്ല. പരിശുദ്ധാത്മാവിനാൽ അത്യുന്നത ശക്തിയാൽ ഉലകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ച, മനുഷ്യ വേഷം ധരിച്ച, മനുഷ്യ ജഡമെടുത്ത സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ അശുദ്ധിയില്ലാത്തതുകൊണ്ട് ദൂതൻ പറഞ്ഞു, ജനിക്കുന്നത് വിശുദ്ധ പ്രജയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഏക മനുഷ്യനാണുണ്ടായ പാപത്തിന്റെ പരിഹാരത്തിന് ഏക മനുഷ്യന്റെ മരണത്താൽ നമുക്ക് പാപത്തിന് പ്രായശ്ചിത്തം കിട്ടി. ആ രക്ഷയുടെ വലിപ്പം ഇന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. രക്ഷ വളരെ ലളിതമാണ്. ഏതു മനുഷ്യനും, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും, പണമുള്ളവനും പണമില്ലാത്തവനും, രാജാവിനും കുബേരനും കുചേരനും, ആദിവാസിക്കും വനവാസിക്കും ദേശവാസിക്കും എല്ലാം ഒരുപോലെ പ്രാപിക്കാൻ പറ്റുന്ന അകലത്തിലാണ് രക്ഷ ഒരുക്കിയേക്കുന്നത്. അതിനുവേണ്ടി 5 പൈസ മുടക്കണ്ട. ഈ ചുട്ടുപഴുത്ത ടാർഗിലൂടെ ചെരുപ്പില്ലാതെ നീ നടക്കണ്ട. നീ പ്രത്യേകിച്ച് വേഷവിധാനമൊന്നും മാറണ്ട. നീ ഏത് വേഷത്തിലായാലും കർത്താവിന് വിരോധമില്ല. സ്വത്രം പറഞ്ഞില്ല. നീ കറുത്തത ഉടുക്കാവെന്നോ ചുവന്നത ഇടാവെന്നോ ഒന്നും ദൈവത്തിന് ബന്ധമില്ല. നീ വസ്ത്രം ധരിക്കണമെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രിയിൽ നീ അതിനു വേണ്ടി മെഴുകുതിരി കത്തിക്കണ്ട, പിടിപ്പണം വാരണ്ട, പൊന്നുനൂല് വലിക്കണ്ട, ഉരുളി കമത്തണ്ട, വെടിക്കെട്ട് നടത്തണ്ട, കോഴിയെ വെട്ടണ്ട, കുരുതി നടത്തണ്ട, ഹോമം നടത്തണ്ട. ഇരിക്കുന്ന ഇടത്ത്, അത് കടത്തിനേലാകട്ടെ വണ്ടിക്കകത്താകട്ടെ, എവിടെയായാലും അവിടെ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി, യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണല്ലോ അങ്ങ് കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ചത്, ആ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ, ഞാനിവിടെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ആ രക്തം നിന്നെ കഴുകും. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ. പാപമെന്ന മരണകരമായ രോഗത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിപ്പാൻ മറ്റൊരു മാർഗമില്ല, മറ്റൊരു മരുന്നില്ല. ഒറ്റ മാർഗം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളെ വീണ്ടെടുത്തത്, നമ്മളെ തെരഞ്ഞെടുത്തത്, നമ്മളെ ദത്തെടുത്തത്, നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് യേശുവിന്റെ രക്തം കൊടുത്ത ഒരല്ലേ പറയണം. അതുകൊണ്ട് ഇന്ന് രാത്രി ആ വീണ്ടെടുക്കപ്പെട്ട രക്തത്തിന്റെ വില എത്രയോ അതുപോലെ ഇതിന്റെ രക്ഷയുടെ വിലയും വലുതാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടെന്ന് ബോധ്യമുള്ളവരൊക്കെ കൈ ഉയർത്തി ഒരു സ്വത്രം പറഞ്ഞു. ഇല്ലാത്തവരാരും വിഷമിക്കേണ്ട. ഇന്ന് രാത്രി യോഗം ആശീർവാദം പറയും മുമ്പേ നീ രക്ഷിക്കപ്പെടണം. ഒറ്റ കാര്യമുള്ളൂ, ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കുക, വാ കൊണ്ട് യേശുവിനെ ഏറ്റു പറയുക. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറയുന്നതോടെ കൂടി നിന്റെ ലെവൽ മാറുക. ഫിലിപ്പിന്റെ കൈസരിയിൽ ശിഷ്യന്മാരെ 12 പേരെയും കർത്താവ് കൊണ്ട് നിർത്തിയിട്ട് കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്രനെ ആരെന്ന് പറയും? ഫിലിപ്പിന്റെ കൈസരി എല്ലാം കൊണ്ടും വളരെ പ്രസിദ്ധമാണ്. മഹാനായ അലക്സാണ്ടറിന്റെ പിതാവായ ഫിലിപ്പ് തന്റെ ഭരണത്തിന്റെ പ്രതാപകാലത്ത് കൈസരിയെ പുതുക്കി പണിതപ്പോൾ താൻ പണിതുകൊണ്ട് തന്റെ പേരോട് ചേർത്തിട്ടാണ് ഫിലിപ്പിന്റെ കൈസരിയായി. വലിയ ബിസിനസ്സുകളുള്ള തുറമുഖ പട്ടണത്തിൽ പ്രധാനപ്പെട്ട 28-ലധികം പ്രതിമകളുണ്ട്. നമ്മുടെ ഗുജറാത്തിൽ ബഹുമാനായ നമ്മുടെ പ്രധാനമന്ത്രി, മുൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ നമ്മുടെ നേതാവിൻ്റെ പ്രതിമ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചതുപോലെ ഫിലിപ്പിന്റെ കൈസരിയിൽ ഫിലിപ്പിന്റെ ഒരു വലിയ പ്രതിമ സ്ഥാപിച്ചു. ആകാശമുട്ടയുള്ളൂ. അവരാരാധിക്കുന്ന പാൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ 14 പ്രതിമ അവിടെ ഉണ്ട്. അവരാരാധിക്കുന്ന ബാൽ എന്ന ദൈവത്തിന്റെ 14 പ്രതിമ അവിടെ ഉണ്ട്. അസേരയുടെ ഒരു 7 പ്രതിമ അവിടെ ഉണ്ട്. അങ്ങനെ പ്രതിമകൾ നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണം, എല്ലാവരും ആകർഷിക്കപ്പെടുന്ന തുറമുഖ പട്ടണം. ആ പട്ടണം ഫിലിപ്പ് പണിത് താമസിയാതെ ഫിലിപ്പ് മരിച്ചു. മരണത്തോടു കൂടി പട്ടണവും നശിച്ചു. തന്റെ മകൻ സാമ്രാജ്യത്തിന്റെ അധിപതിയായി അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ, 33-ാമത്തെ വയസ്സിൽ കൊച്ചൊരു പനി വന്നു. അത് ജ്വരമായി. പുള്ളി മരിച്ചുപോയി. പുള്ളി അപ്പന്റെ പേര് നിലനിർത്താൻ ഈ പട്ടണം വീണ്ടും സാമ്രാജ്യ ശക്തി ഉപയോഗിച്ച് പണിതു. പുള്ളി മരിച്ച് താമസിയാതെ വീണ്ടും അത് പൊളിഞ്ഞു. യെരൂശലേം ദേവാലയം പുതുക്കി പണിത മഹാനായ ഹേരോദാവ്, യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന ഹേരോദാവല്ല, അതിന് മുമ്പുണ്ടായിരുന്ന ആലയം പുതുക്കി പണിത ഹേരോദാവ് ആലയം പണിതതുപോലെ തന്നെ ഫിലിപ്പിന്റെ കൈസരിയ വീണ്ടും പണിതു. അത് വീണ്ടും പൊളിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു അവിടെ ചെന്ന് നിന്നോണ്ടാ ചോദിച്ചത്, ഈ പ്രതിമകൾ നിറഞ്ഞിരിക്കുന്ന പലരും മരിച്ചതോടുകൂടി അവരുടെ പണിയും പൊളിഞ്ഞെടുത്തുന്നത് കൊണ്ട് മരിച്ചു കഴിഞ്ഞ് പണി തുടങ്ങാൻ പോകുന്ന ഒരു ചോദ്യം ചോദിച്ചു. സ്വത്രം. മനുഷ്യപുത്രനെ ആരെന്ന് പറയും? അവരൊത്തിരി അഭിപ്രായങ്ങൾ പറയും.
കർത്താവ് അതെല്ലാം കേട്ടു. ഇരമ്യാവാണ്, ഏലിയാവാണ്, യോഹന്നാന് തലചെരിച്ച് തിരിച്ചു വന്നതാണ്, പിന്നെ ബെയൂസബേലാണ്, സ്ത്രീയുടെ സന്തതിയാണ്, യോസഫിന്റെ മകനാണ്, തച്ചന്റെ മോനാണ് എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെല്ലാം കേട്ടു. കർത്താവ് പറഞ്ഞു അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയും? നമ്മുടെ ശിഷ്യന്മാർ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പോലെ മൗനമായിരുന്നു. അർത്ഥം ഞങ്ങൾ എതിരഭിപ്രായക്കാരല്ലെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വിഭാഗത്തിനൊക്കെ ഉടമ്പടി വാചകം ചൊല്ലിക്കൊള്ളുമ്പോൾ ചോദിക്കുമല്ലോ, പൊതുസഭയുടെ മൗനം ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താൻ എനിക്ക് നൽകിയ അനുവാദമായി കണക്കാക്കുന്നു പറഞ്ഞതുപോലെ 15 ശിഷ്യന്മാരും നാട്ടുകാരുടെ അഭിപ്രായത്തോട് യോജിച്ചു നിന്നപ്പോൾ പത്രോസ് എന്ന് പറയുന്ന ഒരാൾ മാത്രം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതുവരെ യേശു യേശു എന്ന് വിളിച്ച് അനുഗമിച്ച പത്രോസ് ഒറ്റ നിമിഷത്തിൽ യേശുവിനെ ക്രിസ്തു എന്ന് പറയും അവൻ്റെ ലെവല് മാറി. കർത്താവ് പറഞ്ഞു താക്കോൽ പിടിച്ചോടാന്ന് പറഞ്ഞു. ഒരല്ലേ പറയണം, ഇനി നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും, ഇനി നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗ്ഗത്തിൽ കെട്ടിയിരിക്കും. നീ ഇവിടെ ആഭിചാരം അഴിച്ചാൽ അവിടെ ഞാൻ അഴിക്കും, നീ ഇവിടെ കൂടോത്രം അഴിച്ചാൽ അവിടെ ഞാൻ അഴിക്കും, നീ ഇവിടെ ദുരാത്മാവിനെ ശാസിച്ചാൽ അവിടെ ഞാൻ അഴിക്കും, നീ ഇവിടെ രോഗാത്മാവിനെ ശാസിച്ചാൽ അവിടെ ഞാൻ അഴിക്കും, നീ മരിച്ചവനെ എഴുന്നേൽപ്പിച്ചാൽ അവിടെ ഞാൻ അഴിക്കും. ഇന്ന് രാത്രി അധികാരത്തിന്റെ ലെവൽ മാറും. നീ യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്നവർ മാത്രമേ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് നിന്റെ ശുശ്രൂഷയുടെ അഭിഷേകത്തിന്റെ ലെവൽ മാറുകയാ. ഹല്ലേലൂയ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വെറും ഗലീലാക്കാരെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം വിദ്യാഭ്യാസമില്ലാത്തവരെന്ന്. ഈ കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ അക്ഷര കേരളമെന്ന് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ പാർക്കുന്ന സ്ഥലമാണ് കോട്ടയം ജില്ല. ഈ ജില്ലയിൽ വന്ന് താമസിക്കുന്ന ഓർത്തൊരു സ്തോത്രം പറഞ്ഞ്, ഞങ്ങളൊക്കെ ഈ ജില്ലയിൽ അല്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഗലീലയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു അപമാനം. ഈ ലെബനോൻ പർവ്വതത്തിൽ നിന്നും ഹെർമോൻ മലകളിൽ നിന്നും ഒഴുകി വരുന്ന ചെറിയ ചാലുകൾ ചേർന്ന് ഒഴുകി യോർദാൻ എന്ന വലിയൊരു നദിയായി മാറുക. ആ നദി താഴേക്ക് വരുമ്പോൾ അതൊരു തടാകമായി മാറുക. ആ തടാകത്തിൽ നിന്ന് പിന്നെയും വെള്ളം ഒഴുകി അങ്ങ് ചാവുകടലിലോട്ട് പോവുകയാണ്. ഈ തടാകത്തിന് അവർ പല പേരാ പറയുന്നത്. വായി വരുന്ന എല്ലാം അവർ ആ തടാകത്തിന് പേരാ. ചിലർ ഗലീല കടൽ എന്ന് പറയും, ഒരു തടാകമാണ് പക്ഷെ ഗലീല കടൽ എന്ന് പറയും. ചിലർ സൗകര്യപ്രദമാണ് തിബരിയാസ് കടൽ എന്ന് പറയും. മറ്റു ചിലർ അതിനെ ഗന്നസരേത്ത് തടാകം എന്ന് പറയും. മറ്റു ചിലർ അതിനെ നമ്മുടെ ദാവീദിന്റെ കയ്യിലുണ്ടായിരുന്ന കിന്നരത്തിന്റെ പേര് ചേർത്ത് കിന്നോരോത്ത് എന്ന് പറയും. ഒരല്ലേ പറഞ്ഞേ. ഞാൻ ഇത് ഓർപ്പിക്കുന്നത് ഗലീല കടലും തിബരിയാസ് കടലും ഗന്നസരേത്തും കിന്നോരോത്തും എല്ലാം ഒരു തടാകമാണ്. ഇത് കടലല്ല, ഇതൊരു തടാകമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിന്റെ തീരത്ത് കിടക്കുന്ന ഈ 20 പട്ടണങ്ങൾ ശലോമോൻ രാജാവായിരുന്ന കാലത്ത് തനിക്ക് ആലയം പണിക്കും അരമന പണിക്കും ഇഷ്ടം പോലെ സാധനങ്ങൾ കൊടുത്ത രാജാവിന് കൈമാറി. ഹീരാം എന്ന് പറഞ്ഞ രാജാവിന് വെറുതെ കൊടുത്തു. വെറുതെ കൊടുത്ത ഭൂമി കാണാൻ വന്ന ചായ പറഞ്ഞു ഇത് ആർക്ക് വേണം ഇവിടെ എന്ന് പറഞ്ഞ് അതിനെ അദ്ദേഹം ഒരു പേരിട്ടു. എന്താ പേരെന്നറിയാമോ? ഹല്ലേലൂയ. അജ്ഞതയുടെ ദേശം, ഡാർക്ക്നെസ് ആയ ദേശം, കാബൂൾ ദേശം. ഒരല്ലേ പറഞ്ഞേ. ഈ ദേശത്ത് ഒരിക്കലും ഒരു നന്മ വരത്തില്ലെന്നാണ് അവരുടെ ധാരണ. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അങ്ങനെയുള്ളിടത്ത് പിറന്ന ഒരു 12 പേരെ യേശു ശിഷ്യന്മാരാക്കി. ഒരു ഹല്ലേലൂയ പറയണം. എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവരെ കർത്താവ് അത്ഭുതങ്ങളുടെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തല്ലോ. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞു വരുന്നത് രക്ഷയുടെ വലിപ്പം നീ അറിയണം. രക്ഷയ്ക്ക് വിദ്യാഭ്യാസം വേണ്ട, രക്ഷയ്ക്ക് പാണ്ഡിത്യം വേണ്ട, രക്ഷയ്ക്ക് പണം വേണ്ട, രക്ഷയ്ക്ക് കുടുംബശ്രേഷ്ഠത വേണ്ട. ലോകം നിന്നെ എഴുതി തള്ളിയതായിരിക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ ആരെഴുതി തള്ളിയാലും യേശു നിന്നെ കണ്ടാൽ നിന്റെ സ്ഥിതി ഈ രാത്രി മാറുകയാണ്. വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഉലകം മുഴുവൻ നിന്നെ തള്ളിക്കളഞ്ഞാലും യേശു ഇന്ന് രാത്രി നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥിതികളെ ടോട്ടലി മാറ്റാൻ. പ്രൈസ് ദി ലോർഡ്. ഇറ്റാലിയ എന്ന പട്ടാളത്തിലെ ശതാധിപൻ കൊർന്നല്യോസ് പത്രോസിനെ കണ്ടപ്പോൾ കാക്ക വീണ് നമസ്കരിച്ചു കേട്ടോ. ഉടനെ പത്രോസ് പറഞ്ഞു എഴുന്നേക്ക് ബ്രദറെ, ഞാൻ നിന്നെ പോലെ ഒരു സഹോദരനാണ്. സ്തോത്രം. അന്നേരം ആ മനുഷ്യൻ പറയാണ് നിന്നിൽ നിന്നും വരുന്നത് കേൾക്കാൻ ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുക. ഒരു സ്തോത്രം പറയണം. അപ്പോൾ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത കാബൂൾ ദേശമായ ഡാർക്ക്നെസ് ആയ മരണത്തിന്റെ താഴ്വരയുള്ള വെറും മുക്കുവനായവനെ കണ്ടിട്ട് അവന്റെ മുമ്പിൽ ജനം കാക്ക വീഴണമെങ്കിൽ അവൻ പ്രാപിച്ച ശുശ്രൂഷയുടെ ലെവൽ മനസ്സിലായോ? ഇന്ന് രാത്രിയിൽ ഒരു വിവരവും ഇല്ലാത്തവനാണെങ്കിലും നീ രക്ഷയുടെ അകത്ത് വന്നാൽ, ഇത്ര വലിയ രക്ഷ നിന്റെ അകത്ത് വന്നാൽ നിന്നെ ഒരു അസാധാരണ മനുഷ്യനാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഒരു സാധ്യതയും ഇല്ലാത്തവനെ ഇന്ന് രാത്രി ഉപയോഗിക്കുന്ന ഒരു വലിയ ദൈവം ഇവിടെയുണ്ട്. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
വെറും 3ാം ക്ലാസ് പഠിച്ച PM സക്കരിയ സാർ, വെറും 3ാം ക്ലാസ് പഠിച്ചിട്ട് വീട് തുറന്നുകൊണ്ടിരുന്ന നമ്മുടെ പോൾ ഗോപാലകൃഷ്ണൻ സാറ്. ഹലോ, നിങ്ങൾ എന്നോട് ഉണ്ടോ? ഭൂമിയുടെ അറ്റം വരെ ആ മനുഷ്യൻ പോയി. കൊച്ചറ എന്ന കിഴക്കൻ മലയോര ഗ്രാമത്തിൽ ഒരു കടമയുടെ മാടത്തിൻ്റെ കടയിൽ തന്നെ ഇരുന്നവനാ. സ്വതന്ത്രം പറയണം. ബെച്ചൂച്ചിറ എന്നൊരു കർഷക ഗ്രാമത്തിൽ ആർക്കും വേണ്ടാതിരുന്നൊരു തന്നെ ഞാനേ. നമ്മളിതിനെ മറ്റവരുടെ കാര്യം പറഞ്ഞു, എൻ്റെ കാര്യം പറഞ്ഞാൽ പോലെ. ഹലോ, ഇന്ന് രാത്രി യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ക്രിസ്തു എന്ന് നീ എപ്പോൾ ഏറ്റു പറയുമോ, അതോടെ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുകയാ, നിന്റെ തലമുറയുടെ സ്ഥിതി മാറുകയാ, നിന്റെ ശുശ്രൂഷയുടെ ലെവല് മാറുകയാ. ഏറ്റെടുക്കുന്ന ഒരു രാത്രി മൗനമായിരിക്കരുത്. അസാധാരണമായ ചില വിടുതലുകൾ ഇന്ന് രാത്രി നിന്റെ മേൽ പകരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓ, കൈ ഉയർത്തിയവരല്ലേ പറഞ്ഞു. അപ്പൊ നമ്മുടെ രക്ഷ വിലയേറിയതാകാൻ കാരണം നമ്മളെ വീണ്ടെടുത്ത രക്തം വിലയേറിയതാണ്. അതെഴുതിയപ്പോൾ പത്രോസ് പ്രത്യേകം എഴുതി, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. നിർദോഷവും നിഷ്കളങ്കവും എങ്ങനെ തെളിയണം? യഹൂദന്റെ ഇടയിൽ യാഗമൃഗത്തെ കൊണ്ടുവന്നാൽ അവരവരുടെ പാപത്തിന്റെയും പണത്തിന്റെയും വലിപ്പം അനുസരിച്ച് യാഗമൃഗം വരുന്നത്. ഒരാൾ ആട്ടുകുട്ടിയായിരിക്കും, ഒരാൾ കോലാച്ചൂടനായിരിക്കും, ഒരാൾ പശുക്കിടാവായിരിക്കും, ഒരാൾ കാളക്കിടാവായിരിക്കും. അവൻ്റെ സൗകര്യം പോലെ കൊണ്ടുവരുന്നവൻ നേരെ യാഗമൃഗത്തെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. നമ്മുടെ വെറ്റിനറി ഡോക്ടർമാരെക്കാട്ടിൽ PhD ഡോക്ടറേറ്റ് എടുത്ത നല്ല ലേവിയ പുരോഹിതന്മാരുണ്ട്. അവൻ അടിമുടി പരിശോധിക്കും. ഈ യാഗമൃഗത്തിന് പല്ല് മൊത്തം ഉണ്ടോ, ചെവി കേൾക്കാമോ, കണ്ണ് കാണുന്നതാണോ, കാല് ഉളുക്കോ മുടന്തോ ഉണ്ടോ, മാംസപുഷ്ടി ഉണ്ടോ, എല്ലാം നോക്കിയിട്ട് ഈ തൊക്കിൻ്റെ പുറത്ത് പാണ്ടോ പുള്ളിയോ വല്ലതും ഉണ്ടോ, എല്ലാം നോക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ അവരെഴുതും യാഗത്തിന് കൊള്ളാം, നിർദോഷമാണ്, നിഷ്കളങ്കമാണ്, നിർമ്മലമാണ് എന്ന് അവർ സർട്ടിഫിക്കറ്റ് ചെയ്താലേ യാഗപീഠത്തെ കയറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഗതസമനെ വെച്ച് പിടിച്ചു. ന്യായാധിപ സംഘം പറഞ്ഞു ഊനമൊന്നുമില്ല. കയ്യാവ് കന്നപ്പാവും പറഞ്ഞു ഊനമൊന്നുമില്ല. പീലാത്തോസ് പറഞ്ഞു 3 പ്രാവശ്യം നോക്കിയിട്ട് പറഞ്ഞു ഒരു ഊനവുമില്ല. ഹേരോദാവ് പറഞ്ഞു ഞാനൊരു ഊനവും കാണുന്നില്ല. എല്ലാവരും സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാ യാഗപീഠത്തെ കയറിയേ. സ്വോത്രം പറയണം. നിർമ്മലനായ എൻ്റെ യേശുവിന്റെ രക്തം സകല മനുഷ്യരും ഒരുപോലെ പറഞ്ഞു ഊനമില്ലാത്ത രക്തമാ. ഇന്ന് രാത്രി നിന്നെ വീണ്ടെടുത്ത രക്തത്തിന്റെ വില നീ അറിയണം. ശതാധിപൻ പറഞ്ഞു ഊനമില്ലാത്തതാ. ഹോജ ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റിക്കൊടുത്ത കള്ളം പറഞ്ഞു ഊനമില്ലാത്തതാ. യൂദ പറഞ്ഞു ഊനമില്ലാത്തതാ. ക്രൂശിക്കണവൻ പറഞ്ഞു ഊനമില്ലാത്തതാ. ഒരല്ലേ പറഞ്ഞേ ഇന്ന് രാത്രി ഊനമില്ലാത്ത രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന നിന്റെ രക്ഷ വലിയ രക്ഷയാ. പത്രോസ് 2-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതി. ഒന്ന് വായിച്ചു വിട്ടേരെ. ആകെ 1:1 2-ാം ലേഖനം 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അത് വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. സ്തോത്രം പറയണം കേട്ടോ. രക്ഷ വിലയേറിയതാണ്. രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച രക്തം വിലയേറിയതാണ്. ആ വിലയേറിയ രക്തത്താൽ രക്ഷ ലഭിച്ച നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസം വിലയേറിയതാ. ഹല്ലേലൂയ. ഞങ്ങളുടെ മൗണ്ട് സയോൺ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച അധ്യാപകൻ സജി സാർ പന്തളം, അദ്ദേഹം മരിച്ചുപോയി, നിത്യതയിൽ വിശ്രമിക്കുന്നു. തൻ്റെ അമ്മച്ചി പന്തളത്തെ അമ്മച്ചി എന്ന ചർച്ചകളിൽ അറിയപ്പെടുന്ന അമ്മാമ്മയായിരുന്നു. 4 പ്രാവശ്യം ഉഗ്രവശമുള്ള മൂർഖം പാമ്പ് കൊത്തി. 1 പ്രാവശ്യമല്ല, 4 പ്രാവശ്യം. മക്കളൊക്കെ ഇപ്പോഴും പന്തളത്തുണ്ട്. സജി സാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ഈ 4 പ്രാവശ്യവും മക്കളും മരുമക്കളും സഭക്കാരും എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊരുങ്ങെങ്കിലും ഒരു വിഷകാരിയെ കാണാൻ പോകുകയോ ഒരു മരുന്ന് ഉപയോഗിക്കുകയോ ചെയ്യാതെ 1 പ്രാവശ്യം ദേഹം മൊത്തം കരിനീലിച്ചെന്നാ പറയാം. ദേഹം മുഴുവൻ കരിനീലിച്ചു, പക്ഷെ മൊത്തം വ്യാപിച്ചിട്ട് മരിച്ചെന്ന് പറഞ്ഞ എല്ലാവരും വിട്ടു. പക്ഷെ പിന്നെ അമ്മച്ചി 84 വയസ്സ് വരെ ജീവിച്ചത് എൻ്റെ നീതിമാൻ പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ മൂർഖം പാമ്പൊന്നും കടിക്കണ്ട. പനി മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ബന്ധുക്കോലുകാരുണ്ടെങ്കിൽ സ്വത്രം പറഞ്ഞു. പാരസെറ്റമോൾ അടിക്കാതെ അത് പോട്ടെ, അത് ഇച്ചിരി കൂടിയ അസുഖമാണ്. നമുക്ക് അനാസ്യം കഴിക്കാതെ തലവേദന പോകുന്ന ഉറപ്പുള്ളവർ എന്നോട് ക്ഷമിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകിയ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഇപ്പൊ രക്ഷ വിലയേറിയതാണ്. രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ഉപയോഗിച്ച പുത്രന്റെ രക്തം വിലയേറിയതാണ്. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവന്റെ അകത്ത് നൽകിയിരിക്കുന്ന വിശ്വാസം വിലയേറിയതാണ്. പൗലോസ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ പിറവിയിലെ മുടന്തൻ സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് അവന്റെ മുഖത്ത് നോക്കി വിശ്വാസം കണ്ടിട്ട് അനസ്യാസെ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റെങ്കിൽ വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു,
നസറായനവർ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടങ്ങുന്നവർ എഴുന്നേറ്റെങ്കിൽ, തബീതയുടെ റൂമിൽ ചെന്നിട്ട് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ മരണത്തെ ജയിച്ചെഴുന്നേറ്റെങ്കിൽ, ഈ രാത്രി പകർന്നേക്കുന്ന വിശ്വാസം സാധാരണയല്ല. ഞാൻ ഈ തൂത് പറയുമ്പോൾ വിശ്വാസത്താൽ നിന്റെ രോഗങ്ങളെ കെട്ടരിയുകയാ, വിശ്വാസത്താൽ നിന്റെ ശാപങ്ങളെ കെട്ടരിയുകയാ, വിശ്വാസത്താൽ നിന്റെ അടഞ്ഞ വഴികൾ തുറക്കുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം ഈ രാത്രി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതേ പത്രോസ് 2 ലേഖനം 1:4 വാക്യം, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ, 1:4 2 ലേഖനം 1:4, അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്താതുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. തന്നേക്കുന്ന വാഗ്ദത്തം വിലയേറിയതാ. എന്റെ കൂടെ പറഞ്ഞേ, ഞാൻ വേഗം നിർത്താം. രക്ഷയ്ക്ക് നിന്നെ തിരഞ്ഞെടുത്തത് വിലയേറിയ രക്ഷയാ. അതിനുപയോഗിച്ച രക്തം വിലയേറിയതാ, പകർന്ന വിശ്വാസം വിലയേറിയതാ, നിനക്ക് തന്നേക്കുന്ന വാഗ്ദത്തങ്ങൾ വിലയേറിയതാ. ഇന്ന് രാത്രി എനിക്കൊരു വാഗ്ദത്തം ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ വാഗ്ദത്തങ്ങൾക്കെതിരെ പിശാച് പോരാടുമ്പോൾ പറയണം, എടാ പിശാചേ, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ, എന്റെ മേൽ വിലയേറിയ വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വിശ്വാസമുള്ളവർ മാത്രമേ ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കാവുള്ളൂ. വിലയേറിയ വാഗ്ദത്തങ്ങളുള്ളവര് ഇതിനകത്ത് പറ, പിശാചേ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഈ വിലയേറിയ വിശ്വാസവും വിലയേറിയ വാഗ്ദത്തവും വിലയേറിയ രക്ഷയും വിലയേറിയ രക്തത്താൽ ലഭിച്ചെങ്കിൽ നിനക്കൊരു പേരുണ്ട്. ഒന്ന് വായിച്ചേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യം. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ, വായിച്ചോണ്ടിരിക്കല്ലേ, ഒന്ന് ശ്രദ്ധിച്ചേ. നീ എനിക്ക് വിലയേറിയവനും മാന്യനും, ഒരു സ്വത്രം പറയണം. ബാക്കി നമുക്ക് ചിന്തിക്കാൻ സമയമുണ്ടേ, വായിക്കുന്നത് ഇത്രയും മാത്രം കേട്ടെ. ഈ നാട്ടുകാരെല്ലാം കൂടെ നീ കർത്താവിനെ സേവിക്കാൻ പോയത് കൊണ്ട് വേണ്ട, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് വേണ്ട, നീ ഈ ആഭരണമൊക്കെ ഊരിയത് കൊണ്ട്, നീ മീശയൊക്കെ പഠിച്ചു കളഞ്ഞത് കൊണ്ട്, ഹലോ, നീ ഈ പള്ളിയൊക്കെ വിട്ട് ബെന്തിക്കോസിൽ പോയത് കൊണ്ട്, നീ വെറും മാന്യനല്ലെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ, നീ വിലയില്ലാത്തവൻ എന്നാരെങ്കിലും വിചാരിച്ചാൽ, ഈ പുസ്തകം പറയുന്നു നാട്ടുകാരങ്ങനെ പറഞ്ഞു. പക്ഷെ നീ എനിക്ക് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞില്ല, ലോകം മുഴുവൻ നിന്നെ അവഗണിച്ചാലും, ആരും നിന്നെ പരിഗണിച്ചില്ലെങ്കിലും, ഒരു മാന്യതയും വീട്ടുകാരും നാട്ടുകാരും തന്നില്ലെങ്കിലും, ദൈവം പറയും നീ എനിക്കാരാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാ. ഈ രാത്രി ഉറപ്പുള്ള എത്ര പേരുണ്ട്? ദൈവത്താലുള്ള മാന്യത ഇന്ന് രാത്രി ദൈവം നിനക്ക് തരുമെന്ന്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തില് ദൈവദാസൻ പറഞ്ഞൊരു വാക്കുകൾ ശ്രദ്ധിച്ചു കാണും. ക്രൂശിയോ വന്ന ശീമോൻ, അത് നിമിത്തം അവന്റെ മക്കള് രൂപോസിനെയും അലക്സാണ്ടറിനെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രസംഗിച്ചു വിടാൻ എളുപ്പമാണ്. റോമൻ ഗവൺമെന്റ് വിധി ക്രൂശിന്മേൽ ഒരുത്തനെ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് തൊടുന്നവൻ ശപിക്കപ്പെട്ടവനാ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം. അപ്പൊ ഇനി പൊന്നുകൊണ്ട് പുളിശ്ശേരി കാച്ചി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരും ഇല്ല, തൊടത്തില്ല. ഹലോ, തൊട്ടാൽ തൊടുന്നവൻ ശപിക്കപ്പെടും, തൊടുന്നവന്റെ കുടുംബം ശപിക്കപ്പെടും, തൊട്ടവന്റെ സന്തതി ശപിക്കപ്പെടും. അതുകൊണ്ട് മക്കളെ കുറിച്ച് ചിന്തയുള്ള ഒരപ്പനും കയറി തൊടത്തില്ല. പക്ഷെ ചാട്ടവാറിന്റെ ശബ്ദം കേട്ടപ്പോൾ, റോമൻ പട്ടാളത്തിന്റെ രക്തദാഹമുള്ള ചുമന്ന കണ്ണ് കണ്ടപ്പോൾ ഈ മനുഷ്യൻ പേടിച്ചു തൊട്ടതാ, നിർബന്ധത്താ തൊട്ടതാ. പക്ഷെ തൊട്ട് കഴിഞ്ഞപ്പോഴേ മനസ്സിലായത് ഇത് ശാപമല്ല, അനുഗ്രഹമാണ്. ഇന്ന് രാത്രി സ്വത്രം പറയണം. അയ്യോ, നീ അപമാനിക്കപ്പെട്ടെന്ന് വിചാരിച്ചിടത്ത് എല്ലാരാലും നിന്ദിക്കപ്പെടുന്ന ക്രൂശ് അവൻ പിടിച്ചതുകൊണ്ട് അവനെയും അവന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രിയരേ, നീ ദൈവത്തിന് വിലപ്പെട്ടവന്. ഒരു നല്ല ഹല്ലേലൂയ പറയും. ഞാൻ അമേരിക്കയിലെ അറ്റ്ലാന്റ എന്ന എയർപോർട്ടിൽ 97 ആദ്യമായിട്ട് ഇറങ്ങുക, പീസിനാക്കിൻ്റെ കോൺഫറൻസിന് പോവാം. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ലഗേജ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ എലിവേറ്റർ വഴി താഴോട്ട് ഇറങ്ങണമെന്നും പിന്നെ ട്രെയിനിൽ കയറി പോകണമെന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് പോവാം. അപ്പോൾ ഞാനങ്ങനെ ചെന്നു. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ പകച്ച് നിൽക്കുക. എനിക്ക് അടുത്ത ഫ്ലൈറ്റിൽ കയറി വേണം ഈ ലഗേജ് എടുത്തുകൊണ്ട് കൺവെൻഷൻ സ്ഥലത്ത് ചെല്ലാൻ. ഇത് കണ്ടുപിടിക്കാൻ താമസിച്ചപ്പോഴത്തേന് എൻ്റെ ഫ്ലൈറ്റ് സമയമായി. വലിയ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു, ആയിരക്കണക്കിന് പോകുന്നു. ഒരു 3 മിനിറ്റിൽ ഒരു ഫ്ലൈറ്റ് വെച്ച് ഇറങ്ങുന്ന സ്ഥലമാണ്. ഞാൻ പകച്ചു നിൽക്കുമ്പോൾ ഒരു 25-27 വയസ്സിനപ്പുറം പോകാത്ത സുന്ദരനായ ഒരു സായിപ്പ് ഓടി എൻ്റെ അടുക്ക് വന്ന് ചിന്ന പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഫ്ലൈറ്റിന് ഞാൻ പോകേണ്ടതാണ്, എൻ്റെ ലഗേജ് ഇതുവരെ എടുക്കാൻ ഒത്തിട്ടില്ല, ഇന്ന് രാത്രി ഞാൻ അവിടെ കോൺഫറൻസിൽ പ്രസംഗിക്കേണ്ടതാണ്. അദ്ദേഹം എൻ്റെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഞാൻ ഈ ശരീരവും വരച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ പുറകെ ഓടണം. അവൻ ചെറുപ്പക്കാരനാണ്. ഹലോ,
എൻ്റെ കയ്യിലൊരു കാര്യവൻ ബാഗുണ്ട്. ഞാൻ ഈ ബാഗ് മരിച്ചവൻ്റെ പുറകെ ഓട്ടം, ആൾക്കൂട്ടമല്ലേ, ആൾക്കൂട്ടത്തിൽ നോക്കുന്ന എല്ലാം വെളുത്തായിരിക്കുന്നത്, ഞാൻ മാത്രം ഓടി നിറം അതൊന്നും മിണ്ടുന്നില്ല. എൻ്റെ പൊന്നു പാർശ്വ ബാക്കിയെല്ലാം വെളുത്ത്, അവരുടെ ഇടയ്ക്കൂടെ ഞാൻ ഈ പെട്ടി മരിച്ചുകൊണ്ട് ഓടുക. സ്തോത്രം. ഇവൻ ഓടിച്ചെന്ന് എൻ്റെ ലഗേജ് എടുത്ത് കൊണ്ടുവന്ന് ആദ്യം. 2, ഇവൻ ആ ഗേറ്റിൽ ചെന്ന് എൻ്റെ ടിക്കറ്റ് പാസ്സാക്കിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ഗേറ്റ് പൂട്ടി ഗേറ്റ് അവൻ തുറപ്പിച്ചു. എന്നെ അത് കയറ്റി വിട്ടു. അവൻ ആരാന്ന് പോലും ഇന്നുവരെ എനിക്കറിയത്തില്ല. സ്തോത്രം പറയണം. നീ ദൈവത്തിന് വിലയേറിയവനാണെങ്കിൽ, നീ ദൈവത്തിന് മാന്യനാണെങ്കിൽ വഴി ഓർത്ത് നീ വിഷമിക്കണ്ട. വഴി തുറക്കുന്നവനെ നിന്നെ പിടിപ്പിച്ചേക്കുന്നേ. ഈ രാത്രി വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് രാത്രി എൻ്റെ ഏത് വഴി അടഞ്ഞാലും അത് തുറക്കാൻ തക്കവണ്ണം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിവരിക്കുന്നില്ല, യൂദ പറയുകയാണ്, ഒരിക്കലായി നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസനായി നീ പോരാടണം. ധനനായ പൗലോസ്ലീഹ പറഞ്ഞു, തിമോഥെയോസേ, ഞാൻ നിന്നോടൊരു കാര്യം പറയുകയാണ്. എൻ്റെ നിര്യാണകാലം എടുത്തു. ഞാനൊരു പാനീയാഗമായിട്ട് ഒഴിക്കപ്പെടാൻ പോകുകയാണ്. മരിക്കുമെന്നറിയായിരുന്നു, മരണവിധം അറിയായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുമെന്നറിയാം. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. കുറഞ്ഞ പക്ഷേ ഈ 3 കാര്യം അറിഞ്ഞിരിക്കും. ഒരല്ലി പറഞ്ഞ് എന്നിട്ട് മനുഷ്യൻ പറയാണ്, മോനെ തിമോഥെയോസേ, എടാ ഞാൻ എൻ്റെ വിശ്വാസം കാത്തട. ഇന്ന് രാത്രി എത്രയൊക്കെ പറയാൻ പ്രാഗൽഭ്യമുണ്ട്. ഒത്തിരി പ്രശ്നം വന്നു മോനെ. പാമ്പ് കടിച്ചു, കടലാപത്ത്, കടലാപത്ത്, കരയിലയാപത്ത്, കൂട്ടസഹോദരന്മാരുടെ ആപത്ത്, 5 വട്ടം, 1 കുറേ 40 അടി എല്ലാം ഏറ്റെങ്കിലും എൻ്റെ മോനെ വിശ്വാസം ഞാൻ കൈവിട്ടില്ല. എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. ഞാൻ അതിനുവേണ്ടി നല്ല പോർ പൊരുതി. ഒരു സ്വത്രം പറഞ്ഞു, ഇന്ന് രാത്രി സ്ത്രീയെ എന്തെല്ലാം കൈവിടപ്പെടേണ്ടി വന്നാലും നിന്റെ വിശ്വാസം കൈവിടല്ലേ. ഇന്ന് രാത്രി ദൈവ പൈതലിന്റെ അകത്ത് ഒരു തികഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ നിന്നെ ജയത്തോടെ നടത്താൻ എൻ്റെ കർത്താവിന് മതിയാകും. അതെങ്ങനെയാ ഭാഷ വിശ്വാസം ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരും. അതെങ്ങനെയാ ഞങ്ങൾ കേൾക്കുന്നത്? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അതിനാ മാണിപ്പാർഷ പണം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. 27 വർഷമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ബക്കറ്റും കൊണ്ടൊക്കെ വന്ന് സ്വോത്രാജ് ഇടാനൊക്കെ പറയുന്നത്. പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കണേ? സ്റ്റേജ് വേണ്ടേ? ഇരിക്കണേ പന്തൽ വേണ്ടേ? നടത്തണേ മൈക്ക് വേണ്ടേ? ആൾ കൂടണേ പാട്ടുകാർ വേണ്ടേ? ഹലോ, സ്തോത്രം പറഞ്ഞേ. ഇതെല്ലാം ചെയ്യുന്നത് ചിലരെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ. ഈ രാത്രി സ്തോത്രം പറയണം. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നിത്യ നരകത്തിലേക്ക് നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും ഒന്നിച്ച് കരിയാതിരിക്കാൻ ചിലരെ കൂടെ ഈ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസം പ്രസംഗിക്കുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ആരെ വിശ്വസിക്കണം? 16-ാം നൂറ്റാണ്ട് മുതൽ കർത്താവിൽ മറഞ്ഞ മാർട്ടിൻ ലൂതർ തൊട്ട് ഇന്നലെ വരെ പ്രസംഗിച്ച് എല്ലാവരും പറഞ്ഞു ഒരാളെ വിശ്വസിക്കാവുള്ളൂ, അവനെ മാത്രമേ വിശ്വസിക്കാൻ കൊള്ളത്തുള്ളൂ. അവൻ്റെ രക്തമാ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അത് പറഞ്ഞ മാർട്ടിൻ ലൂതർ ഇങ്ങോട്ടുള്ള എല്ലാവരെയും കൊന്നു, ഒത്തിരി പേരെ കരിച്ചു, ഒത്തിരി പേരെ മൃഗം കെട്ടിട്ട് കൊടുത്തു. ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുക. പക്ഷെ 2 ആഴ്ച മുമ്പേ നേതാവ് പറഞ്ഞു ഒരാളെ ഉള്ളെന്ന്. ഒരല്ലേ പറഞ്ഞേ, അയ്യോ ഞങ്ങൾ കുറേ വർഷമായിട്ട് പറയാം ഒരാളെ ഉള്ളെന്ന്. ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ മാറ്റിയിട്ടില്ല കേട്ടോ. അന്നും ഇന്നും ഒരാളെ ഉള്ളു കേട്ടോ. 2 മധ്യസ്ഥന്മാരില്ല, 2 രക്ഷകരില്ല, ഒറ്റ രക്ഷകരേ ഉള്ളൂ. മറ്റൊരുത്തരി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രിയിൽ അവൻ ഇവിടെയുണ്ട്. അവൻ വിശ്വസിക്കാൻ യോഗ്യനാ. അവൻ വിശ്വസിക്കാൻ നോക്കിയ അവനെ നോക്കി കടലിൽ ചാടിയവനുണ്ട്. പക്ഷെ മുങ്ങിയപ്പോൾ പൊക്കി കൂടെ നിർത്തി. അത് അവന്റെ പ്രത്യേകത. അവനെ നോക്കി ഇറങ്ങി ആരും താഴാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി താണവനെ ഉയർത്തുന്ന ഒരു നാമമുണ്ടെങ്കിൽ, തകർന്നവനെ പണിയുന്ന ഒരു നാമമുണ്ടെങ്കിൽ, ഉടഞ്ഞവനെ പുതുക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ, ശൂന്യതകളെ പണിയുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാ. വിശ്വസിക്കുന്നവരെ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആഴമായ ദൈവകൃപയോടെ ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് വന്ന ഒറ്റയാൾ പോലും ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ ഈ പന്തൽ വിടരുത്. ഞാനും ഞങ്ങളുടെ മുന്നേ അസിസ്റ്റന്റ് ഓഫീസറായിരുന്ന പാസ്റ്റർ പി ജി മാധു സാർ, ഇപ്പോൾ 75 വയസ്സായെങ്കിൽ ഇപ്പോഴും പരസ്യമാണ്. ഒത്തിരി പുസ്തകമൊക്കെ എഴുതി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസ, ഭക്തനായ മനുഷ്യൻ, കുമ്പനാട് താമസിക്കുക. അപ്പോൾ അദ്ദേഹം ഞാനും കൂടെ ആലപ്പുഴ സിറ്റിയിലെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പരസ്യവും നടത്തി ഞങ്ങൾ ചേർത്തലയിൽ ഒരു അന്തിച്ചന്തയുണ്ട്. ആ അന്തിച്ചന്ത ഭയങ്കര ആൾക്കൂട്ടമാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ലാസ്റ്റ് പരസ്യം അതുകൂടെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റാന്നിക്ക് പോരാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ലാസ്റ്റ് ഞങ്ങളും ഒത്തിരി ക്ഷീണിച്ചു. 7ാമത്തെ 8ാമത്തെ പരസ്യമാണ്. ഈ കടൽ മണല അവിടെ മുഴുവൻ ഇങ്ങനെ വെളുത്ത മണല. അപ്പോൾ ചന്തേ ഭയങ്കര ആൾക്കൂട്ടമാണ്. ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. അന്ന് ഞാൻ വലിയ പ്രസംഗമല്ല, അനുഭവ സാക്ഷ്യം പറയും. പി ജി മാസാർ അതിന് ബാക്കി പ്രസംഗിക്കും. ഞങ്ങളുടെ കൂടെ സയോൺ സിംഗേഴ്സിന് ജെയിംസ് പാടാനുണ്ട്.
ഒരു കൊച്ചു കാശിയോടെ ഒരു പഴയ വെളുത്തൊരു കൊച്ചു ഓർഗനുണ്ട്. ഇപ്പോഴത്തെ വലിയ ഒന്നുമല്ല, കുറഞ്ഞൊരു ചെറിയ ഓർഗൻ. അത് വെച്ച് പുള്ളി വായിക്കും, അദ്ദേഹം പാടും, ഞാൻ സാക്ഷി പറയും, PG മാസ്റ്റർ പ്രസംഗം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4 കള്ളുകൂടിയന്മാർ മുന്നോട്ട് പോകും. ആടിച്ച് കിക്കായി നിൽക്കും. കയ്യിലേ കൊടുത്തിട്ടുള്ളൂ, തലേക്കെട്ടുണ്ട്. അവർ വന്ന് ഒരു 5 മിനിറ്റ് കയ്യൊക്കെ ഇട്ട് നിന്ന് വെച്ച് തലേക്കെട്ടഴിച്ചു. എന്നിട്ട് തോളത്തിട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു ഉപദ്രവിക്കാൻ വരുവാ. അവർ 4 കൂടി ഈ മണ്ണിനകത്ത് മുട്ടുകുത്തി. സ്തോത്രം. ഇത് ഞങ്ങളോട് പറഞ്ഞു തലേ കൈ വെച്ച് പ്രാർത്ഥിക്കണം. നാക്കൊന്നും തിരിയുന്നില്ല. എങ്കിലും ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക. അതിന് മുമ്പേ കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും. അത് സാറ് പറഞ്ഞ പോലെ ചെയ്തോളാം. ഞങ്ങൾ രക്ഷാവാചകം ചൊല്ലിക്കൊടുത്തു. ഈ 4 മദ്യപന്മാരും കുഴഞ്ഞ നാക്കുകൊണ്ട് രക്ഷാവാചകം ഏറ്റുകൊള്ളി. ഞങ്ങൾക്കന്ന് വൈകിട്ടത്തെ റിസൾട്ട് വലിയ സന്തോഷമായിരുന്നെങ്കിലും ഈ മദ്യത്തിൻ്റെ ലഹരി പറഞ്ഞതായിരിക്കും എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ പോന്നേ. പ്രാർത്ഥിച്ച് ആശീർവാദമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു. പിറ്റേ ദിവസം രാവിലെ ഈ സഹോദരന്മാർ വണ്ടി പിടിച്ച് കുമ്പനാട്ട് വന്നു. വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളെ സ്നാനപ്പെടുത്തണം. സ്തോത്രം പറയണം. ഇന്ന് 4 പേര് സ്നാനപ്പെട്ട് ഇന്ന് അവിടുത്തെ ന്യൂ ഇന്ത്യ സഭയിലെ വിശ്വാസികൾ ഒരല്ലിയ പറയണം. ഞങ്ങളുടെ ബലം ഭയങ്കരമായി കേട്ടോ. ഒരു പരസ്യയോഗത്തിൽ ഇത്രയും വിടുതൽ ദൈവം ചെയ്യുമെങ്കിൽ ഇന്ന് രാത്രി 27ാമത്തെ കൺവെൻഷനിൽ നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിയുന്ന രാത്രിയായി മാറണം. ആർക്കും വിടിവിപ്പാൻ കഴിയാത്ത ചെറുതിനെ ഇന്ന് രാത്രി വിടിവിച്ചെടുക്കാൻ കരുത്തുള്ള യേശു ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസികളുടെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ ഒന്ന് ആരാധിച്ച് നിന്റെ കുടുംബത്തിന്റെ ശൂന്യത മാറാൻ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ പ്രിയമുള്ളവരെ. 4 പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടി. ഈ ആത്മഹത്യ സിന്റെ ഒരുത്തന് കയറിയാൽ കൊണ്ടേ പോത്തുള്ളൂ. പക്ഷെ കരയുന്ന ഒരു അമ്മ പുറകിലുണ്ടായിരുന്നുകൊണ്ട് അവന്റെ വായിന്ന് ഈ ആട്ടുംകൂട്ടിയ സിംഹത്തിന്റെ വായിന്ന് ദാവീദ് പിടിച്ചെടുത്ത പോലെ എൻ്റെ അമ്മ പിടിച്ചെടുത്ത. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ അകത്ത് കയറിയതായി വ്യാപാരം. ഞാൻ 10ാം ക്ലാസ്സിലെ 75 എക്സാമിന് വേണ്ടി ഒരുങ്ങി. ആ രാത്രി പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഏതോ ഒരു സമയത്ത്, എപ്പോഴാണെന്ന് അറിയാറില്ല, ഏതോ ഒരു യാമത്തിൽ തുറന്ന പുസ്തകം അവിടെ ഉണ്ട്. ഉറക്കം വരുമ്പോൾ കാലി ചവിട്ടാൻ വേണ്ടി പാത്രത്തിൽ വെച്ച വെള്ളവും പാത്രം അവിടെ ഇരിപ്പുണ്ട്. കുടിക്കാൻ അടുക്കുപാത്രത്തിൽ കൊണ്ടുവച്ച കടുങ്കാപ്പി അവിടെ ഇരിപ്പുണ്ട്. ഞാനെപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വെച്ചുച്ചെറിയുന്ന കൊച്ചൊരു ഗ്രാമം, ചെറിയ അന്നത്തെ കാലത്തെ റോഡ് മിറ്റിന് പോലും ഇട്ടിട്ടില്ല. ഇലക്ട്രിസിറ്റി ഒന്നും അവിടെ നിന്ന് വന്നിട്ടില്ല ആ കാലം. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ കഴിഞ്ഞാൽ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ കനപ്പുരം വനമാണ്. വനം കഴിഞ്ഞാൽ പിന്നെ കരിങ്കല്ലുമുഴി, കരിമ്പന്തോട്, എരുമേലി, വെള്ളനാടി, കണ്ണിമല, മുണ്ടക്കയം, ചെന്നാപ്പാറ, ഇങ്ങനെ അങ്ങ് പോവാം. ഞാനങ്ങ് പോവാ. രാത്രി 47 മൈൽ. 15 വയസ്സുള്ളപ്പോൾ. നിങ്ങളെൻ്റെ ഇവിടെ ഉണ്ടോ? പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. ആ വ്യാപാരം 24ാമത്തെ വയസ്സ് വരെ 9 വർഷം എന്നെ കറക്കി. എൻ്റെ കറക്കം എൻ്റെ കുടുംബത്തെ മൊത്തം കറക്കി. തള്ളക്കരുതിയെ കെട്ടിയാൽ മതി, കുട്ടിക്കരുതിയെ കെട്ടണ്ടല്ലോ. വീട്ടിൽ ഒന്നിനെ കെട്ടിയാൽ ബാക്കിയെല്ലാം ചുറ്റിക്കറങ്ങി നിന്നോളുമല്ലോ. ഒരല്ലേ പറഞ്ഞേ. ഒരാൾ ഐസിയുവിലാണെങ്കിൽ ബാക്കി എല്ലാവരും അതൊക്കെ കാണുമല്ലോ. ഒരല്ലേ പറഞ്ഞേ. കുടുംബത്തിൽ ഒന്നിനെ ബന്ധിച്ചാൽ ആ ബന്ധനം മൂലം ബാക്കി എല്ലാവർക്കും പ്രശ്നമല്ലേ. ഹല്ലേലൂയ. എല്ലാവരും കൈവിട്ട് കേട്ടോ, എല്ലാവരും കൈവിട്ട്. പക്ഷെങ്കിൽ സ്വർഗം എന്നെ കൈവിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഇത്ര വലിയ രക്ഷ ഈ രാത്രി നിന്റെ തലമുറയുടെ കെട്ടടിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവര് മാത്രം. ഹല്ലേലൂയ. നന്നായി ദൈവത്തെ ഒരു നിമിഷം ആരാധിച്ചേ. ആർക്കും വേണ്ടാത്ത ചെറുതിനെ ഹല്ലേലൂയ ഈ ഉറവയ്ക്കൽ ഈ രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. രക്തത്താല് വചനത്താല് ജയം. ഹല്ലേലൂയ. പ്രിയരെ, ഏതു സമയത്തും 2 കാര്യം നടക്കാം. ഒന്ന്, എൻ്റെ നിങ്ങളുടെ മരണസമയം. നമ്മൾ ജനിക്കുന്ന കാര്യം ഒരു 9 മാസം മുമ്പേ നമ്മുടെ അമ്മ അറിഞ്ഞ കാര്യം നമ്മുടെ അപ്പൻ അറിയും. അമ്മയും അപ്പനും അറിഞ്ഞ കാര്യം നമ്മുടെ വല്യപ്പനും വല്യമ്മയും സഹോദരങ്ങളൊക്കെ അറിയും. പിന്നെ ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള ഒരുക്കമാണ് 9 മാസം. സ്തോത്രം. പക്ഷേ മരിക്കാൻ പോകുന്ന കാര്യം 9 സെക്കൻഡ് മുമ്പ് പോലും അറിയത്തില്ല. അറിയാമാരി നമുക്ക് അതുപോലെ ഒരുങ്ങാനും. ഹലോ, പ്രൈസ് ദി ലോർഡ്. മരിക്കുന്ന കാര്യം എപ്പോഴാന്ന് ഒരു പിടിയില്ല. ഏതു സമയത്തും അത് സംഭവിക്കും. എൻ്റെ വളരെ ആത്മാർത്ഥ സ്നേഹിതനായ ദൈവദാസൻ അങ്ങ് റാന്നി അടിച്ചിപ്പുഴ അരിമുക്കി താമസിക്കുക. 3 അനുഗ്രഹിക്കപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ. മൂത്ത കുഞ്ഞിന് 2 മാസ്റ്റർ ഡിഗ്രി. കഴിഞ്ഞ ഡിസംബർ മാസം 14-ാം തീയതി അവിടെ കല്യാണം കഴിഞ്ഞു. ഈ ഡിസംബർ 14-ന് അവിടെ വിഭാഗത്തിൻ്റെ 1ാമത്തെ വാർഷികമാണ്. അതിന് കുവൈറ്റിൽ പോയ ഭർത്താവ് 10-ാം തീയതി നാട്ടിൽ വന്നു. കൊച്ചി ജോലി ചെയ്യുന്ന ഈ മോളെ പോയി വിളിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ ആലപ്പുഴയ്ക്ക് അടുത്ത് വെച്ച് ആ ഓടിച്ച ബൈക്കിൻ്റെ ഹാൻഡിൽ ബസ്സിൽ ഒന്ന് മുട്ടി. വണ്ടി ചരിഞ്ഞ് കൊച്ചതിന് കീഴെ പോയി. വണ്ടി കയറി തൽക്ഷണം മരിച്ചു. 12-ാം തീയതി അടക്കം കഴിഞ്ഞു. 14-ാം തീയതി ഈ കഴിഞ്ഞ ഞായറാഴ്ച 1 വർഷമായതേ ഉള്ളൂ. വെഡിങ് ആനിവേഴ്സറി സന്തോഷമായിട്ട് കൊണ്ടാടാൻ വെള്ളക്കിണർ സഭയിലെ വിശ്വാസിയാ മോൻ.
റാന്നിയിലെ സഭയിലെ വിശ്വാസിയ മോള്, നല്ല പരസ്യവും നടന്ന കൊച്ച്, നല്ല പ്രസംഗയായ കൊച്ച്, നല്ല പാട്ട് പാടുന്ന കൊച്ച്. മരണം എപ്പോഴാണെന്ന് അറിയത്തില്ല കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? 2, നനയാത നാഴികയിൽ സഭയാകുന്ന കാന്തയെ ചേർക്കാൻ യേശുവൻ. ഈ 2 കാര്യവും സമയം അറിയത്തില്ലാത്തതുകൊണ്ട് നീ 2നും ഒരുങ്ങിയിരിക്കണം. ഇന്ന് രാത്രി സ്റ്റേജേ വെച്ച് മരിച്ചാലും ഞാൻ നിത്യതയെ പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇതിനെ മരണത്തെ പേടിക്കുന്നേ. ഒരു ഹല്ലേലൂയ പറയണം. 2, ഈ രാത്രി കർത്താവ് വന്നാൽ ഞാൻ രൂപാന്തര ശരീരം പ്രാപിച്ച് പറക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ എന്തിനാ ലോകത്തെ ഭയപ്പെടുന്നത്? ഇന്ന് രാത്രി ഓർത്തേ, നീ ഒരു വിലയേറിയ വ്യക്തിയായിട്ട് ഈ മൈതാനം വിടാവുള്ളൂ. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണെങ്കിൽ ഇന്ന് രാത്രി ആ രക്തത്തിന്റെ കഴുകലിനായി ചേർന്നൊരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. അസാധാരണമായൊരു ദൈവകൃപ ഈ പന്തലിൽ വ്യാപരിക്കുന്നത് ഞാൻ ദൈവാത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. തീമോഥെയോസിനോട് പൗലോസ് പറഞ്ഞൊരു ശ്രദ്ധേയമായ വാക്കുണ്ട്. മോനെ, ആ വിശ്വാസം നിന്റെ വെല്ലുമ്മച്ചിയിലുണ്ടായിരുന്നു, നിന്റെ അമ്മയിലുണ്ടായിരുന്നു, നിന്നിലും ഞാൻ അവിശ്വാസം കാണും. ഇന്ന് രാത്രി വിശ്വാസമെന്ന അതിപരിശുദ്ധ വിശ്വാസം ഒന്ന് മുറുകെ പിടിക്കാത്ത എത്ര പേരുണ്ട്? കപ്പലിളകി മറിയട്ടെ, പീസ് പീസായി തകരട്ടെ. നിനക്ക് പറയാൻ കഴിയുമോ? കപ്പൽ തകരും, പാറയിലിരിക്കും, ധാന്യങ്ങൾ നശിക്കും, പക്ഷെ പ്രാണന് കയറി വരത്തില്ല. എന്താണ് ഉറപ്പ്? എന്റെ ഉടയവൻ ഈ രാത്രി എന്റെ അടുക്ക വന്നു. വിശ്വാസത്താൽ ഇന്ന് രാത്രി ചില വെല്ലുവിളികളെ നേരിടുവാൻ, വിശ്വാസത്താൽ ചില പ്രതിസന്ധികളെ നേരിടുവാൻ, യേശുവിന്റെ സാക്ഷിയായി വിശ്വാസം നിലകൊള്ളുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ പോകുക. ലോക കീഴ്മേൽ പറഞ്ഞാലും എന്റെ വിശ്വാസം ഞാൻ മുറുകെ പിടിക്കുമെന്ന് ഉറപ്പുള്ളവരെ കൈ ഒന്ന് നിർത്തിപ്പിടിച്ച് അല്ലേ. കാരണം ദൈവം ഒന്ന് കണ്ടോട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വന്തം ഭാര്യയും 3 മക്കളെ അപ്പന്റെ മുന്നിൽ വെച്ച് യേശുവിനെ സ്വീകരിച്ചു വന്ന ഒറ്റ കാരണത്താൽ വെടിവെച്ച് കൊല്ലാൻ പോയി. ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിനെ തള്ളി പറയാം. അപ്പനോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, 3 മക്കളോട് ചോദിച്ചു, ഏറ്റവും വലിയ കൊച്ചുമോൾ വരെ പറഞ്ഞു, ഇതുവരെ ഞങ്ങളുടെ യേശു ഞങ്ങൾക്കൊരു ദോഷവും ചെയ്തു. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും, നീ വെടിവെച്ചാലും കൊന്നാലും ഞങ്ങളുടെ യേശുവിനെ തള്ളി പറയത്തില്ല. ഈ അപ്പന്റെ വിശ്വാസം മാറുമെന്ന് വിചാരിച്ച് ആദ്യം ഇളയ കൊച്ചിനെ വെടിവെച്ചു, രണ്ടാമത്തെ കൊച്ചിനെ വെടിവെച്ചു. ചിരിച്ചോണ്ട് അപ്പൻ ഇത് കണ്ടോണ്ട് നിന്നു. ഏറ്റവും ഒടുവിൽ അപ്പനെ വെടിവെച്ചു വന്നേ. ഒരു ഹല്ലേലൂയ പറയണം. പ്രാണനെ ത്യജിച്ചിട്ടും വിശ്വാസം മുറുകെ പിടിച്ചു. ഇന്ന് രാത്രി യൂദ ലേഖനം എഴുതി, ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസനായി പ്രാണത്യാഗത്തോളം ഇന്ന് രാത്രി ഉറച്ചിരിക്കുമെന്ന് ഉറപ്പുള്ളവര് ആ കരം രണ്ടും ചേർത്തടിച്ചൊരു നിമിഷം ഈ മഹാദൈവത്തെ ഒരു നിമിഷം ആരാധിക്കട്ടെ. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുവാൻ. ഹല്ലേലൂയ. അതെ, എനിക്ക് യേശുവിനെ രക്ഷകനായിട്ട് വേണം. എൻ്റെ കർത്താവും ദൈവവുമായി ഞാൻ അവനെ അംഗീകരിക്കുകയാണ്. ആ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണം. എനിക്ക് ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ യേശുവിനായി ഞാൻ ജീവിക്കും. ഉറപ്പുള്ള കരമൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം നമുക്ക് ചേർന്ന് ദൈവസന്നിധാനം എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊതുവിൽ പ്രാർത്ഥിച്ച അനന്തരം കർത്താവിൻ്റെ ദാസന്മാർ ഒരു പ്രത്യാശയുടെ പാട്ട് പാടും. നമുക്കൊന്നിച്ചൊന്ന് ആരാധിക്കണം. അത് കഴിഞ്ഞ് മാത്രമേ മൈതാനം വിടാവൂ. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ ക്ഷണത്തിൽ സൗഖ്യമാകും. ഹല്ലേലൂയ. അടഞ്ഞ വഴികൾ തുറക്കും, പുരാതന ശൂന്യതകൾ മാറും, ചില നിർജീവമായ ശാരീരിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ജീവൻ പ്രാപിക്കും. ഒരു സൈന്യത്തെ പോലെ ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒരു തലമുറ ഇന്ന് രാത്രി കർത്താവിനായിട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ 2 കരം ഒന്ന് ഉയർത്തിപ്പിടിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, 27ാമത് കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ കടന്നു വന്ന ഈ മുഴുവൻ ജനത്തെ, അങ്ങനെ അഭിഷക്ത ഗണത്തെ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ ഈ രാത്രി അനുഗ്രഹിക്കുന്നു. വിലയേറിയ രക്തത്താൽ അവരെ കഴുകണമേ. ഇത്ര വലിയ രക്ഷയാൽ അവരെ നിറയ്ക്കണമേ. വിലയേറിയ വിശ്വാസ ഉടമകളാക്കി മാറ്റണമേ. വിലയേറിയ വാഗ്ദത്തങ്ങൾ അവർക്ക് നൽകണമേ. ഇന്ന് രാത്രി ഞങ്ങൾ നിനക്ക് വിലയേറിയവനും മാന്യനുമാണെന്ന് ഈ ലോക തിരിച്ചറിയത്തക്കതുപോലെ കർത്താവിന്റെ വലിയ വീണ്ടെടുപ്പിന്റെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമം ചൊല്ലി ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ചേർത്തടിച്ച്